ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും അഭിരാമി സോഷ്യോളജിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന സങ്കല്പങ്ങളെ കുറിച്ചാണ്, അതായത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് സൊസൈറ്റിയെ കുറിച്ചാണ്. സൊസൈറ്റി ഈസ് ദ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് സോഷ്യോളജി. വിത്തൗട്ട് സൊസൈറ്റി സോഷ്യോളജി ഈസ് നത്തിങ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെ കുറിച്ചുള്ള സാമൂഹ്യ പഠനം. അപ്പൊ ഈ സമൂഹം ഇല്ലെങ്കിൽ എന്തില്ല? സോഷ്യോളജി ഇല്ല. സമൂഹം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും ഉൾപ്പെടുന്ന, അതായത് മനുഷ്യന്റെ പെരുമാറ്റ രീതികളും ചട്ടങ്ങളും മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളും അടക്കം എല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് എന്ത്? സമൂഹം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് RM മേക്കൈവർ, അതേപോലെ തന്നെ CH പേജ് എന്നിവരുടെ ആ ഒരു ഡെഫിനിഷനാണ് എന്താണ് സൊസൈറ്റി എന്നുള്ളത്. അവരവരുടെ ആൻ ഇൻട്രഡക്ടറി അനാലിസിസ് എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്, സൊസൈറ്റി ഈസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് കൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. അതായത് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു വലയാണ് എന്നാണ് പറയുന്നത്. അത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നും അവർ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മള് ആ ഒരു സൊസൈറ്റി, നമ്മളുടെ ആൻഷ്യന്റ് സൊസൈറ്റിയിലുള്ള ആ ഒരു പ്രത്യേകതയല്ല ഇന്നത്തെ സൊസൈറ്റിയിൽ ഉള്ളത്, അല്ലെ? അപ്പം എന്താണ്? സമൂഹം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എലിമെന്റ്സ് ഓഫ് സൊസൈറ്റി ആണ്. എലിമെന്റ്സ് ഓഫ് സൊസൈറ്റിയിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് ബിഹേവിയേഴ്സ് ആൻഡ് യൂസേജസ് ആണ്. പെരുമാറ്റ രീതികളും ശീലങ്ങളും, അല്ലെ? നമ്മുടെ സമൂഹത്തിൽ ഓരോ പെരുമാറ്റ രീതികളുണ്ട്. ഇപ്പൊ മൂത്തവരെ കണ്ടാൽ ബഹുമാനിക്കുക, അതേപോലെ തന്നെ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി നമ്മൾ ലൈക്ക് നമ്മൾക്ക് ഇപ്പം വസ്ത്രമില്ലാതെ പൊതു സ്ഥലത്തേക്ക് പോകാനോ അങ്ങനെയുള്ള ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല, അല്ലെ? അപ്പോൾ അത് അത്തരത്തിലുള്ളൊരു പെരുമാറ്റ രീതി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പെരുമാറ്റ രീതി എന്തുണ്ട്? നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്, അല്ലെ? അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് അതാണ്, നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പെരുമാറ്റ രീതികളും ശീലങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. രണ്ടാമത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെ? ഏതൊക്കെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ? നമ്മളുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, ഇതൊക്കെ എന്താണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അപ്പൊ ഇവയൊക്കെ ഉണ്ടെങ്കിലേ എന്തുള്ളൂ? സമൂഹം ഉള്ളൂ. മൂന്നാമതായിട്ട് പറയുന്നത് സെൻട്രൽ പവർ ആണ്. ഓരോ സമൂഹത്തിനും ഇപ്പം നമുക്ക് സമൂഹം എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളത് എന്താണ്? സമൂഹം തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു സെൻട്രൽ പവർ ഉണ്ടാവും. നാലാമതായിട്ട് പറയുന്നത് മ്യൂച്വൽ അവയർനെസ് ആൻഡ് കോഓപ്പറേഷൻ. പരസ്പര ബോധവും അതേപോലെ തന്നെ സഹകരണവും. വർക്കിന്റെ കാര്യത്തിലായാലും ശരി, ഏത് മേഖലയിലായാലും ശരി, നമുക്ക് എന്താണ് അവിടെ? മ്യൂച്വൽ അവയർനെസ്സും കോഓപ്പറേഷനും ആവശ്യമാണ്. അഞ്ചാമത് സോഷ്യൽ കൺട്രോൾ, അല്ലെ? നമ്മളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ ഇടപെടലുകളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതേപോലെ തന്നെ നോംസും എല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് എലിമെന്റ്സ് ഓഫ് സൊസൈറ്റിയിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ടൈപ്സ് ഓഫ് സൊസൈറ്റി ആണ്, അതായത് വിവിധ തരത്തിലുള്ള സമൂഹം. അതായത് നമ്മള് നമ്മളുടെ ജീവിത രീതി, ഒക്യുപ്പേഷൻ, തൊഴിൽ, ഒറിജിൻ, ഉത്ഭവം, ഗ്രോത്ത്, അതിന്റെ ഡെവലപ്മെന്റ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നമ്മൾ അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റി, അല്ലെ? വേട്ടയാടാനും അവ ശേഖരിച്ചു കൊണ്ടുവന്ന് നമ്മളൊരു ഉള്ളൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അത്തരത്തിലുള്ള സൊസൈറ്റിയാണ് നമ്മൾ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇന്നും വേട്ടയാടുന്നതും അത് ശേഖരിച്ചു കൊണ്ടുവന്ന് സമൂഹത്തിൽ ജീവിക്കുന്നതുമായിട്ടുള്ള സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് കൊളംബിയയിലെ ഹൈഡ എന്ന് പറയുന്ന സൊസൈറ്റിയും ദക്ഷിണാഫ്രിക്കയിലെ ബുഷ്മാൻ തുടങ്ങിയിട്ടുള്ള സൊസൈറ്റിയൊക്കെ ഈ ഒരു ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സൊസൈറ്റിയാണ് പാസ്റ്ററൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അതായത് മൃഗങ്ങളെ പരിപാലിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മൾ പാസ്റ്ററൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഒരു സ്ഥിരമായിട്ടുള്ള വാസസ്ഥലം ഇവർക്കുണ്ടാവില്ല. കാരണം മൃഗങ്ങളെയും കൊണ്ട് മേയാൻ പോകുന്ന സ്ഥലത്ത് എവിടെയാണോ ആ ഒരു ലൈക് എവിടെ ഇരുടാവുന്ന സമയത്ത് എവിടെയാണോ മൃഗങ്ങളെയും കൊണ്ട് എത്തിയിട്ടുള്ളത് അവിടെ അവർ താമസ സൗകര്യം ഉറപ്പിക്കുന്നത്. അങ്ങനെ ആ രീതിയിലാണ് ഇവര് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മാസായി, പിന്നെ തുർക്കാന, കെനിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള തുർക്കാന എന്ന വിഭാഗമൊക്കെ ഈ പാസ്റ്ററൽ സൊസൈറ്റിക്ക് ഉദാഹരണമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് കൾച്ചറൽ സൊസൈറ്റി ആണ്. ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ
ഇപ്പം ലൈക്ക് നമ്മൾ ചെറിയ ചെറിയ യന്ത്ര സാമഗ്രികളോ അല്ലെങ്കിൽ വാർത്തുമുഖങ്ങളുടെയോ ഒക്കെ ആശ്രയം അധികമില്ലാതെ ചെറിയ ചെറിയ കൃഷികളൊക്കെ നടത്തിക്കൊണ്ട് ജീവിച്ചിട്ടുള്ള മനുഷ്യ സമൂഹത്തെയാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചറൽ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് അഗ്രികൾച്ചറൽ സൊസൈറ്റിയാണ്. കൃഷിക്കും അതേപോലെ തന്നെ നമ്മൾ സ്ഥിരതാമസമൊക്കെ ആക്കാൻ തുടങ്ങി ജലത്തിന് വേണ്ടി നദീതീരങ്ങളിലൊക്കെ താമസിക്കാൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു സൊസൈറ്റിയാണ് നമ്മൾ അഗ്രികൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈമിൽ ആയിരിക്കും ഈ നദീതട സംസ്കാരങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ്. അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയൽ സമൂഹത്തെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ പറയുകയാണെങ്കിൽ ഫാക്ടറികൾ ഉണ്ടായതോടെ അർബനൈസേഷൻ, നഗരവൽക്കരണം ഉണ്ടായി. പിന്നെ നമ്മളുടെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും നമ്മളുടെ സാമ്പത്തിക ശേഷിയൊക്കെ വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു സൊസൈറ്റിയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സാങ്കേതിക വിദ്യയുടെയും സാമൂഹിക ഘടനയുടെയും അതായത് ജീവിത സാഹചര്യത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ സൊസൈറ്റിയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ട്രഡീഷണൽ സൊസൈറ്റി, മോഡേൺ സൊസൈറ്റി, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറയുമ്പം അവിടെ കൂടുതലായിട്ടും നമ്മൾ ആചാരങ്ങൾക്കും നമ്മളുടെ പാരമ്പര്യത്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, അല്ലെ? പിന്നെ അതേപോലെ തന്നെ ടെക്നോളജിയുടെ ആ ഒരു സാന്നിധ്യം വളരെ കുറവും. പിന്നെ നമ്മളുടെ കമ്മ്യൂണിറ്റിയും ഫാമിലിയും ഒക്കെ തമ്മിൽ വളരെ അധികമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയന്ത്രണത്തിന്റെ ആ ഒരു ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ, അതായത് പോലീസ് സ്റ്റേഷൻ, നിയമങ്ങൾ, ഇവയുടെയൊക്കെ ഒരു സാന്നിധ്യം ഇവിടെ കുറവായിരിക്കും. ഓക്കെ. രണ്ടാമത്തത് മോഡേൺ സൊസൈറ്റിയാണ്. മോഡേൺ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലൈക്ക് ദർ പാർട്ട് ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റം, ഇൻഡസ്ട്രിയൽ സിസ്റ്റം ആൻഡ് അർബനൈസേഷൻ, ഇവരൊക്കെ ഭാഗമായിട്ട് ഒത്തിരി മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ഫോർമൽ സോഷ്യൽ കൺട്രോളിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആ ഒരു കാലഘട്ടം, അതാണ് ഈ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണ്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയാണ്. അതായത് വ്യവസായങ്ങൾക്ക് പുറമെ സേവന മേഖലയിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുക. ഈ മേഖലയിൽ അറിവിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സൊസൈറ്റിയെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. എന്താണ് കമ്മ്യൂണിറ്റി, എങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സമുദായമാണ്. ഈ സമുദായത്തിന് കൊടുത്തിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് നോക്കാം. ഒന്നാമത് ടാൽക്കോട്ട് പാഴ്സൺ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ പർട്ടിക്കുലർ ടെറിട്ടറി. ഒരു പ്രദേശത്ത് ഒന്നിച്ചു ജീവിക്കുന്ന ഒരു കൂട്ടായ്മ, അതായത് ആളുകളുടെ കൂട്ടായ്മയാണ് നമ്മൾ സമുദായം എന്ന് പറയുന്നത്. രണ്ടാമത് ബൊഗാട്സ് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡെഫിനിറ്റ് പ്ലേസ് വിത്ത് എ സെൻസ് ഓഫ് വി ഫീലിംഗ്. അതായത് ഏകതാ മനോഭാവത്തോടു കൂടി ഒരു നിശ്ചിത പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി എന്നുള്ളത് മനസ്സിലായിക്കാണല്ലോ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു കമ്മ്യൂണിറ്റി, മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം മറ്റൊരു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ മറ്റൊരു കമ്മ്യൂണിറ്റി. ഇപ്പൊ ഒരു നാട്ടിലുള്ള മറ്റ് കമ്മ്യൂണിറ്റികളും ഉണ്ട്, അല്ലെ? ഓരോ ജാതിയുടെ പേരിലും കമ്മ്യൂണിറ്റികളെ നമുക്ക് അങ്ങനെയും തരംതിരിക്കാം. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള കമ്മ്യൂണിറ്റികളെ കുറിച്ചാണ്. ഫെർഡിനാൻഡ് ടെന്നീസ് രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ജെമൻഷാഫ്റ്റ് കമ്മ്യൂണിറ്റി. ജെമൻഷാഫ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ വൈകാരിക അടുപ്പത്തോടെ ജീവിക്കുന്ന ചില സമുദായങ്ങൾ, അല്ലെ? ഫാമിലി, കിൻഷിപ്പ്, നൈബർഹുഡ്, വില്ലേജ് പീപ്പിൾ. അപ്പൊ ഇവരൊക്കെയാണ് നമ്മൾ ജെമൻഷാഫ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ജസൽഷാഫ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഔപചാരികമായിട്ടുള്ള ബന്ധങ്ങൾക്കാണ് ഇവിടെ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ചില വ്യാപാര സംഘടനകള്, അതൊക്കെ എന്താണ് ഔപചാരിക ജസൽഷാഫ്റ്റ് കമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമാണ്. ഇനി റോബർട്ട് റെഡ്ഫീൽഡിന്റെ അഭിപ്രായത്തിൽ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ഒന്നാമത്തത് ലിറ്റിൽ കമ്മ്യൂണിറ്റി ആൻഡ് ഗ്രേറ്റ് കമ്മ്യൂണിറ്റീസ്. ലിറ്റിൽ കമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമാണ് ഗോത്രങ്ങളും ഗ്രാമങ്ങളും ഒക്കെ.
ഗ്രേറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം നഗരങ്ങൾ, അതേപോലെ തന്നെ വൻ നഗരങ്ങൾ ഇവയൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പോപ്പുലേഷൻ ഉൾപ്പെടുന്നതാണ് ഈ വൻ നഗരങ്ങളും നഗരങ്ങളൊക്കെ. അപ്പൊ ഇത് എന്താണ് ഗ്രേറ്റ് കമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇത്രയാണ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. എന്താണ് കമ്മ്യൂണിറ്റി, എത്ര തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കമ്മ്യൂണിറ്റിയുടെ ചില ഘടകങ്ങളെ കുറിച്ചാണ്. എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് ഡെഫിനിറ്റ് ലോക്കാലിറ്റി ആണ്, അതായത് ഒരു നിശ്ചിത പ്രദേശം. രണ്ടാമത്തേത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലെ, ഒരു ഒരു കൂട്ടായ്മയോടുള്ള ആ ഒരു ജീവിതം. മൂന്നാമത്തത് പെർമനൻസി ആണ്, സ്ഥിരത. പെർമനൻസി എന്ന് പറയുമ്പോൾ സ്ഥിരതയാണ്. നാലാമത്തത് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ്, അതായത് വൈകാരിക ബന്ധം. ചില വൈകാരിക ബന്ധങ്ങൾ കമ്മ്യൂണിറ്റികൾ തമ്മിൽ ഉണ്ടാവും, അല്ലെ. പെർട്ടിക്കുലർ നെയിം, അഞ്ചാമത്തത് പെർട്ടിക്കുലർ നെയിം ആണ്, ഒരു പ്രത്യേക നാമം, അല്ലെ. ഇപ്പം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇവയ്ക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ചില ആ, പേരുകളുണ്ട്. ഇനി ആറാമത്തത് നാച്ചുറൽ ഫോർമേഷൻ എന്നാണ് പറയുന്നത്, അതായത് നാച്ചുറലി രൂപപ്പെടുന്നത്, ഭൗതികപരമായിട്ട് രൂപപ്പെടുന്നത്. ഈ ഭൗതികപരമായിട്ട് രൂപപ്പെടാത്ത ചില കമ്മ്യൂണിറ്റികളും ഉണ്ട്. ഈ ഒരു മറ്റ് നോക്കുന്ന സമയത്ത് ഭൗതികപരമല്ലാത്ത കമ്മ്യൂണിറ്റികളും ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അസോസിയേഷനെ പറ്റിയാണ്. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ സമാജം, അല്ലെ. അക്കോർഡിംഗ് ടു ബൊഗാർട്സ്, അസോസിയേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഫോർ എ പെർട്ടിക്കുലർ എയിം, അല്ലെ. പ്രത്യേക ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടം ആളുകൾ സഹകരിച്ച് ഉള്ള ആ ഒരു സഹകരിച്ചിട്ടുള്ള ഒരു ഇതിനെയാണ്, ഒരു കൂട്ടത്തെയാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെ, വിദ്യാഭ്യാസ ചില സ്ഥാപനങ്ങൾ. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമാജങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവയ്ക്ക് സംഘടിത മനോഭാവം, ആ ഒരു മനോഭാവം ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചില പ്രത്യേക ആവശ്യങ്ങൾ, വിദ്യാഭ്യാസ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ചില ആളുകൾ സഹകരിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് ഈ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു അസോസിയേഷന്റെ പ്രത്യേകത, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, അതായത് വ്യക്തികളുടെ ഒരു കൂട്ടം. രണ്ടാമത് കോമൺ ഇൻട്രസ്റ്റ്, പൊതുവായിട്ടുള്ള താല്പര്യം. മൂന്നാമത് കോ ഓപ്പറേഷൻ ആണ്, സഹകരണ മനോഭാവം. നാലാമത് കൺട്രോൾ ഓവർ റിലേഷൻഷിപ്പ്, ബന്ധങ്ങളുടെ മേല് നിയന്ത്രണം. ഇവിടെ ഒരു റൂൾസും റെഗുലേഷൻസും ഉണ്ടാവും, അതേപോലെ തന്നെ കൺട്രോൾ ഉണ്ടാവും, ആളുകൾ തമ്മിൽ ഒരു പെരുമാറ്റ രീതികളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് അസോസിയേഷനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അസോസിയേഷൻ ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് അസോസിയേഷനിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്പെഷ്യലൈസ്ഡ് അസോസിയേഷൻ ആണ്. അതായത് പ്രായത്തിന്റെയും ലിംഗത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില സമാജങ്ങൾ ഉണ്ടാക്കും. അത്തരത്തിലുള്ള അസോസിയേഷനുകളാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നോൺ സ്പെഷ്യലൈസ്ഡ് അസോസിയേഷൻ, അതായത് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി രൂപീകരിക്കുന്ന, അതായത് ഏത് പ്രായക്കാർക്കും ഉള്ള ഇതാണ് നോൺ സ്പെഷ്യലൈസ്ഡ്. അപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ നോൺ സ്പെഷ്യലൈസ്ഡ് അസോസിയേഷന് ഉദാഹരണമാണ്. അത് ഞാൻ ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആൻഡ് നോൺ സ്പെഷ്യലൈസ്ഡ് എന്ന് എഴുതാൻ മറന്നുപോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് എഴുതിയെടുക്കുക. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് പ്രൈമറി അസോസിയേഷൻ ആണ്. പ്രൈമറി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അസോസിയേഷനുകൾ ഉണ്ടാവും. ഇപ്പം ഉദാഹരണമായിട്ട് പറയുമ്പോൾ കുടുംബം, വിവാഹം ഇവയൊക്കെ ആയിട്ടുള്ള ഒരു പ്രാഥമിക ആവശ്യങ്ങളുടെ ഒരു രീതി. ബേസ്ഡ് ഓൺ ഇവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനൊക്കെ കുറച്ച് കൂടുതൽ പ്രാധാന്യമായിരിക്കും, അല്ലെ. ഫാമിലി, ക്ലോസ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇതൊക്കെ എന്താണ് പ്രൈമറി അസോസിയേഷന് ഉദാഹരണമാണ്. ഇനി സെക്കൻഡറി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ പണം, തൊഴിൽ ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചില സമാജങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ചും ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ ആയിരിക്കും. പിന്നെ ഗോൾ ഓറിയന്റഡ് ആയിരിക്കും കേട്ടോ. അതായത് ഒരു ഗോൾ എപ്പോഴും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഓഫീസുകളും കമ്പനീസുകളും ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഒക്കെ ഈ ഒരു സെക്കൻഡറി അസോസിയേഷന് ഉദാഹരണമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയും ഉണ്ട്, അതായത് ബേസിക് കൺസെപ്റ്റ്സിൽ വരുന്നതാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഫാമിലി, മാരേജ്, കിൻഷിപ്പ് ഇതൊക്കെ അതിൽ വരും. ഈ ഫാമിലി, മാരേജ്, കിൻഷിപ്പ് ഇവയെ കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ മുമ്പുള്ള നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ഇൻഫോം ചെയ്യാവുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.